ഹലോ മുത്തുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഒരു 3-4 പഴം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ആവിയേറ്റി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇതാ ചെറുതായി കട്ട് ചെയ്ത് ഇഡ്ഡലി ചെമ്പിലിട്ടാണ് ആവിയേറ്റുന്നത്. ഒന്ന് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതേപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അതായത് നന്നായിട്ട് വെന്ത് തൊലിയൊക്കെ വേറിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൊലി കളഞ്ഞ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാം ഇതേപോലെ തൊലി കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് വേണ്ടത് അധികം പഴുക്കാത്ത പഴമാണ് കേട്ടോ. പക്ഷേ വീട്ടിലുള്ളത് ഇപ്പോൾ അത്യാവശ്യം പഴുത്ത് പോയ പഴമാണുള്ളത്. അപ്പോൾ എന്നാലും വേണ്ടില്ല, നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം തൊലി കളഞ്ഞതിന് ശേഷം ഞാനൊരു ഫോർക്കോ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും മാഷറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ എന്ത് ചെയ്യുക, ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം കയ്യിൽ കുറച്ച് ഞാൻ നെയ്യ് തടവിയിട്ടുണ്ട്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓവർ ലൂസായി തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവർ ലൂസായി തോന്നുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നന്നായിട്ട് ഇതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളെ കയ്യിൽ പിന്നെ അണ്ടിയോ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പാണുള്ളത്, അതൊന്ന് വറുത്ത് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഒരു ബ്രൗൺ കളറായതിന് ശേഷം ഞാനിതിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു അരക്കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് ഞാൻ നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, മധുരത്തിൽ ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കായ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതാ 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മുട്ടയ്ക്കൊന്ന് വെന്ത് ഒന്ന് തേങ്ങയായിട്ട് നന്നായിട്ട് മിക്സാക്കി നമുക്ക് എന്ത് ചെയ്യുക, അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതായത് ഇതേപോലെ മണിമണിയായി കിട്ടിയാൽ നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതായത് ഞാൻ നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച ഒരു മാവുന്ന് ഞാൻ കുറച്ച് കയ്യിലെടുത്ത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ബോൾസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനും അതേപോലെ പിടിയാക്കി ഉരുട്ടിയെടുക്കാനൊക്കെ കഴിയും കേട്ടോ. എല്ലാം ഞാനിതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഓരോന്നും ഓരോരോ ഷേപ്പിലാണ് ഞാൻ ചെറുതും വലുതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനത് അവിടെ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം ഞാനത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യം ഇടുന്നത് നല്ല ചൂടിലായിരുന്നു എണ്ണ, അതുകൊണ്ട് കുറച്ചൊന്ന് കളർ കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം ഓവർ കരിയാതെ എടുക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരിക. ഇത് കുറച്ചൊന്ന് കളർ കൂടിപ്പോയിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല, എന്നാലും കുറച്ചൊരു കളർ അധികമാണ് കേട്ടോ. ആദ്യം ഇടുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അതാണ് ഞാനിതൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം നമുക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഞാൻ ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഓവർ പഴുത്ത പഴമല്ല ഇതിന് യൂസ് ചെയ്യുന്നത്. ഞാൻ പിന്നെ അവിടെ പഴം ബാക്കിയുള്ളതും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനും കൂടെ ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഓവറായിട്ട് അരിപ്പൊടി ചേർക്കാനും പാടില്ല, കട്ടിയായി പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ മലബാർ സ്പെഷ്യൽ ഉന്നക്കായതാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. സൂപ്പറാണ്, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടിപൊളി ടേസ്റ്റാണ്. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.